മൂന്നാമത്തെ ഹീറ്റ്സിൽ ചെറുതന പുത്തൻ ചുണ്ടൻ, തലവടി ചുണ്ടൻ, സെന്റ് പയസ്റ്റൻ, പായിപ്പാടൻ. ആർക്കാണ് സാധ്യത ഉണ്ണി സാർ? ഈ തലവടി ചുണ്ടന്റെ കൂട്ടത്തിലായിരുന്നല്ലോ സുജയ പാർവതി. അതെ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, തലവടിക്കൊപ്പം UBC കൈനഗരി, കയറിവാ, പായിപ്പാടൻ അതാ കുതിക്കുന്നു, പായിപ്പാടനും UBCയും തമ്മിലാണ് പോരാട്ടം. പായിപ്പാടനും തലവടി ചുണ്ടനും തമ്മിലാണ് പോരാട്ടം. തലവടി ചുണ്ടൻ UBC കൈനഗരി തുഴയുന്ന തലവടി ചുണ്ടനും ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടനും തമ്മിലാണ് മത്സരം. പായിപ്പാടനും തലവടി ചുണ്ടനും ഒരുപോലെ ഇഷ്ടമാണെങ്കിലും അല്പം ഇഷ്ടം കൂടുതൽ തലവടി ചുണ്ടനോടാണ്. തലവടി ചുണ്ടൻ UBC കൈനഗരി ഇത്തവണ തോൽക്കരുത്. UBC കൈനഗരി എന്ന് പറയുന്നതാണ് കുട്ടനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ബോട്ട് ക്ലബ്ബ്, ഏറ്റവും പ്രധാനപ്പെട്ട ബോട്ട് ക്ലബ്ബ്. UBC കൈനഗരി തുഴഞ്ഞപ്പോഴെല്ലാം കാരിച്ചാല് നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഒരു തലവടി ചുണ്ടനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം കാരിച്ചാൽ എടുത്തിരിക്കുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അപ്പൊ നോക്കുമ്പോൾ ഏറ്റവും കുട്ടനാട്ടിലെ ഏറ്റവും മികച്ച തുഴച്ചിലുകാർ ചുവപ്പ് ചുണ്ടൻ വള്ളങ്ങൾ അത് ഇഞ്ചോടിഞ്ച് തുഴഞ്ഞു മുന്നേറുന്നു. തലവടി ചുണ്ടനും പായിപ്പാടനും. ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബോ UBC കൈനഗരിയോ നോക്കൂ, ഇത് ഉണ്ണിസാർ പറഞ്ഞതുപോലെ ഇൻഫ്രാറെഡ് ഫിനിഷിംഗിലേക്കാണ് പോകുന്നത്. മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരിക്കും ആർക്കാണെങ്കിലും ഒന്നാം സ്ഥാനം. മറ്റു വള്ളങ്ങളൊക്കെ ബഹുദൂരം പിന്നിലാണ്. നോക്കൂ, സെന്റ് പയസ്റ്റൻ ഒക്കെ അങ്ങ് പിന്നിൽ നിൽക്കുകയാണ്, വാലറ്റത്താണ് നിൽക്കുന്നത്. നോക്കൂ, മൂന്നാമത്തെ ഹീറ്റ്സിൽ തലവടി ചുണ്ടനും പായിപ്പാടനും തമ്മിലാണ് പോരാട്ടം. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു മൂന്നാമത്തെ ഹീറ്റ്സിൽ. തലവടി ചുണ്ടൻ UBC കൈനഗരിയുടെ തലവടി ചുണ്ടൻ, ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ. ആരാണ് മുന്നിലേക്ക് വരിക? അടിച്ചു കയറിവാ എന്ന് രണ്ടുപേരോടും തലവടി 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 ഒരു ഇഞ്ച് മുന്നിൽ തലവടി 9-ാം നമ്പർ തലവടിയാണ്. UBC കൈനഗരിയുടെ അഭിമാന പോരാട്ടമാണ് ഈ നടക്കുന്നത്. UBC കൈനഗരിയെ സംബന്ധിച്ചിടത്തോളം ഒരു വീഴ്ചയും ഈ ഹീറ്റ്സിൽ വരുത്താൻ അനുവദിക്കാൻ കഴിയില്ല. അതാ പായിപ്പാടനും UBC കൈനഗരിയുടെ തലവടി ചുണ്ടനും പായിപ്പാടനും തമ്മിലാണ് ഏറ്റുമുട്ടൽ. മത്സരം അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരാണ് മുന്നിലെത്തിയിരിക്കുന്നതെന്ന് അറിയാൻ അല്പസമയം കാത്തിരിക്കേണ്ടി വരും. വളരെ ഫോട്ടോ ഫിനിഷായ ഒരു മത്സരമാണ് നടന്നത്. ആ ഫോട്ടോ ഫിനിഷിൽ ആരാണ് മത്സരത്തിൽ ഒന്നാമതെത്തിയെന്ന് അറിയാൻ അല്പസമയം കൂടി പ്രേക്ഷകർ കാത്തിരിക്കേണ്ടി വരും. UBC കൈനഗരി തുഴഞ്ഞ തലവടി ചുണ്ടനാണോ അതോ ആലപ്പുഴ ബോട്ട് ക്ലബിന്റെ പായിപ്പാടനാണോ മുന്നിൽ എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കാത്തിരിക്കുന്നത്. തലവടി ചുണ്ടൻ ഇതാ എത്തിയിരിക്കുന്നു, ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അപ്പോൾ 3 ഹീറ്റ്സ് മത്സരങ്ങൾ കഴിയുമ്പോൾ തലവടിയുടെ സമയം അറിയണം. ഇപ്പോൾ സമയത്തിൽ മുന്നിൽ നിൽക്കുന്നത് ആനാരിയും ചമ്പക്കുളവും എടുത്തു നോക്കുമ്പോൾ ചമ്പക്കുളമാണ്. മൂന്നാമത്തെ ഹീറ്റ്സിൽ ആരാണ് മുന്നിൽ? തലവടി ചുണ്ടൻ മുന്നിലെത്തുമ്പോൾ ഇതുവരെയുള്ള ഹീറ്റ്സിലെ ഏറ്റവും തലപ്പൊക്കത്തോടെയാണോ തലവടിയുടെ വരവെന്നറിയണം. തലവടിക്ക് ഇത്തവണ ഒരു പാളിച്ചയും അംഗീകരിക്കാൻ പറ്റില്ല. UBC കൈനഗരിയുടെ ഏറ്റവും അഭിമാന പോരാട്ടമാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി മത്സരം. ഉണ്ണിസ, അതെ, നിശ്ചയമായും. അപ്പോൾ 3 ഹീറ്റ്സ് കഴിയുമ്പോൾ ആനാരി, പുത്തൻചുണ്ടനും ചമ്പക്കുളവും തലവടിയും, അങ്ങനെ 3 ജലരാജാക്കന്മാർ ഇതാ പുന്നമടക്കായൽ ആവേശമുണ്ടാക്കിക്കൊണ്ട് ആ ഓളപ്പരപ്പിൽ ഒളിമ്പിക്സ് എന്ന് നമ്മൾ പറയുന്ന പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ജല പോരാട്ടത്തിൽ 3 ജലരാജാക്കന്മാർ ഇതാ മുന്നിലെത്തി കഴിഞ്ഞിരിക്കുന്നു. ചമ്പക്കുളം എത്തിയിട്ടുണ്ട്, തലവടി ചുണ്ടൻ എത്തിയിട്ടുണ്ട്, ആനാരി പുത്തൻചുണ്ടനും എത്തിയിട്ടുണ്ട്. UBC കൈനഗരിയുടെ അതിഗംഭീരമായ തുഴച്ചിലുകാർ അതിഗംഭീരമായി തുഴഞ്ഞ് ഇഞ്ചോടിഞ്ച് പോരാടിയാണ് ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അവരെത്തിയത്. അത്ര ആവേശം നിറഞ്ഞ യഥാർത്ഥത്തിൽ ഈ മൂന്നാമത്തെ ഹീറ്റ്സ് ആയിരുന്നു ഒരു ഫൈനൽ മത്സരത്തിന്റെ ആവേശം ഉണ്ടാക്കിയത്. അവിടെ അതിശക്തമായ മത്സരം പായിപ്പാടും തലവടി ചുണ്ടനും തമ്മിൽ നടന്നു. മറ്റ് 2 ഹീറ്റ്സുകളിലും മത്സരം ഉപേക്ഷിക്കുന്ന ചില വള്ളങ്ങളെയാണ് നമ്മൾ കണ്ടതെങ്കിൽ മൂന്നാമത്തെ ഹീറ്റ്സിലെ മത്സരം അങ്ങേയറ്റം കാണികളെ ആവേശം കൊണ്ട് ഉയരത്തിലേക്ക് എത്തിക്കുന്ന ഒരു മത്സരമാണ് കണ്ടത്. പായിപ്പാടനും തലവടിയും ഇഞ്ചോടിഞ്ച് സെക്കൻഡുകൾക്ക് വേണ്ടി പോരാടിയ മത്സരത്തിൽ UBC കൈനഗരി തുഴഞ്ഞ തലവടിയാണ് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. തലവടി ചുണ്ടനാണ് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. തലവടി എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ ഒരു പ്രദേശത്തിന്റെ പേരാണ്. ആ സ്ഥലത്ത് നിന്നുള്ള ചുണ്ടൻ വള്ളമാണ്, ആ കരക്കാരുടെ ചുണ്ടൻ വള്ളമാണ് കൈനഗരിയിലെ മികച്ച തുഴക്കാർ ഇപ്രാവശ്യം പുന്നമട ജലോത്സവത്തിന് ഇറക്കിയിരിക്കുന്നത്. തലവടി ചുണ്ടൻ മൂന്നാമത്തെ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്തെത്തുമ്പോൾ ആ സമയം അറിയണം. ആ സമയം അറിഞ്ഞാൽ മാത്രമേ ആരാണ് ഈ ജലമേളയിൽ, ഈ മഹാസമുദ്ര യുദ്ധത്തിൽ, ഈ പോരാട്ടത്തിൽ മുന്നിലെത്തുക എന്നറിയാൻ കഴിയുള്ളൂ. ഇനി 2 ഹീറ്റ്സ് മത്സരങ്ങൾ കൂടിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആകെ 5 ഹീറ്റ്സ് മത്സരങ്ങളാണ്, 19 വള്ളങ്ങളാണ്. ഓരോ ഹീറ്റ്സിൽ 4 വള്ളങ്ങൾ വീതം പങ്കെടുക്കുന്നു. അവസാന ഹീറ്റ്സ് മത്സരത്തിൽ 3 വള്ളങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ 19 ചുണ്ടൽ വള്ളങ്ങളിൽ മത്സരിക്കുന്ന ഹീറ്റ്സ് മത്സരങ്ങളിലെ ആദ്യത്തെ 3 ഹീറ്റ്സ് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ആനാരി, പുത്തൻചുണ്ടനും ചമ്പക്കുളവും തലവടി ചുണ്ടനും ഒന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഹീറ്റ്സ് മത്സരം ഉടൻ തന്നെ ആരംഭിക്കും. മൂന്നാമത്തെ ഹീറ്റ്സ് മത്സരത്തിൽ തലവടി ചുണ്ടന്റെ ആധിപത്യമാണ് കണ്ടത്. തലയെടുപ്പോടുകൂടി തലവടി എന്ന വാക്ക് യാഥാർത്ഥ്യമാണ്. കാരണം മൂന്നാമത്തെ ഹീറ്റ്സ് ആണ് ഏറ്റവും മനോഹരമായ ഹീറ്റ്സ്. പുന്നമടയിലെ ഈ പറയുന്ന ജലയുദ്ധത്തിൽ, കേരളം ആവേശത്തോടുകൂടി കണ്ടിരിക്കുന്ന ഈ ജലയുദ്ധത്തിൽ
ആവേശത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മഹാസമുദ്ര യുദ്ധത്തിൽ ഇതാ 3 ചുണ്ടൻ വള്ളങ്ങൾ മുന്നിലെത്തി കഴിഞ്ഞിരിക്കുന്നു. 3 ഹീറ്റ്സ് മത്സരങ്ങളിലായി ആവേശത്തിന്റെ തുഴയെറിഞ്ഞുകൊണ്ട് അവരിതാ ഇരു കരകളിലുമായി തടിച്ചുകൂടിയിരിക്കുന്ന 10,000-കണക്കിന് വള്ളംകളി പ്രേമികളുടെ ആർപ്പുവിളികൾക്കൊപ്പം ആവേശത്തിന്റെ തുഴയെറിഞ്ഞുകൊണ്ട് പുന്നമടക്കായലിൽ ഒരു വലിയ സമുദ്രയുദ്ധം നടക്കുകയാണ്. ആ സമുദ്രയുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ.